ദർശന സർവീസ് സൊസൈറ്റി അവർ ലേഡി ഓഫ് സോറോസ് ഒരുക്കുന്ന എൻ്റെ അമ്മ എന്ന പരിപാടിയിലേക്ക് ലിസി വർഗീസ് അമ്പക്കാട്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ മറന്ന് നെട്ടോട്ടമോടുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിലും പൊതു ഇടങ്ങളിലും ഉപേക്ഷിച്ചു പോകുന്ന ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയ ഒരു വലിയ കുടുംബത്തിലെ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അമ്മ, ഈ ഒരു വാക്കിൽ എത്ര സ്നേഹവും കരുതലും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ അമ്മ എനിക്ക് വെറും അമ്മ മാത്രമല്ല, എൻ്റെ ആദ്യ ഗുരുവും ആദ്യ സുഹൃത്തും എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനവുമാണ്. അമ്മ കൈകളിൽ ഈ ലോകം സുരക്ഷിതമാണ്. ഈ അവസരത്തിൽ എൻ്റെ അമ്മയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ ഒരു കൊച്ചനുഭവം ഞാനിവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ 8 മക്കളിൽ മൂത്തവളായ ഞാൻ എൻ്റെയും സഹോദരങ്ങളുടെയും വിജയങ്ങളും പരാജയങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും കണ്ട് വളർന്നവളാണ്. ഞങ്ങളുടെ എല്ലാം ചെറുപ്പത്തിൽ വീട്ടിൽ വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് ചിമ്മിണി വിളക്കിന്റെ വെട്ടത്തിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. രാവിലെ വളരെ നേരത്തെ ഉണരുന്ന അമ്മ ഞങ്ങളെ വിളിക്കുകയും ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഉറക്കച്ചടവിലിരുന്ന് ചിമ്മിണി വെട്ടത്തിൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് പഠിക്കാനിരിക്കുന്ന ഞങ്ങളെ പഠനത്തിനിടയിൽ ഞങ്ങൾ ആരെങ്കിലും ഉറക്കം തൂങ്ങി വിളക്കിനടുത്തേക്ക് വീണ് അപകടമുണ്ടാകുമോ എന്ന് ഭയന്ന് ഞങ്ങളുടെ പഠന നേരത്ത് കണ്ണടയ്ക്കാതെ ഞങ്ങളെ ഉറ്റുനോക്കി ശ്രദ്ധിച്ചിരുന്ന ആ കാലം. പഠനത്തോടൊപ്പം വിശ്വാസത്തോടെയും അനുസരണത്തോടെയും വളരണമെന്ന് അമ്മ എന്നും ആഗ്രഹിച്ചിരുന്നു. അവരുടെ ത്യാഗങ്ങൾ ഒരിക്കലും എണ്ണിക്കൂട്ടുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ വിശപ്പ് ഒന്ന് കുറയ്ക്കണമെന്ന് കരുതുന്ന അമ്മ പലപ്പോഴും സ്വന്തം വിശപ്പും വേദനയും മറന്നുപോകുന്നു. പൂന്തോട്ടത്തെയും കൃഷിയെയും മക്കളെ പോലെ തന്നെ പരിചരിച്ചിരുന്ന അമ്മയുടെ മനസ്സ് പൂ പോലെ തന്നെ മൃദുവായതും നിർമ്മലമായതുമാണ്. വലിയ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾക്കിടയിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന അമ്മ ഞങ്ങളെ ആത്മീയമായി വളർത്തുന്നതിനും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. കുടുംബത്തിലെ സീമന്തപുത്രിയാവാൻ ഭാഗ്യം ലഭിച്ച എനിക്ക് അമ്മയുടെ മാതൃസ്നേഹം ആവോളം നുകരാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദിയും കടപ്പാടും നിറഞ്ഞവളാകുന്നു. നവതിയുടെ നിറവിലാണെങ്കിലും വാർദ്ധക്യത്തിന്റെ അസ്വസ്ഥതകൾ മറന്ന് പഴയ കരുതലും സ്നേഹവും പകർന്ന് നിറപുഞ്ചിരിയോടെ ചരിക്കുന്ന അമ്മ ഇന്നത്തെ തലമുറകൾക്ക് ഒരു ഉത്തമ മാതൃകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർന്നു പോകാത്തൊരു ദീപമാണമ്മ, കാറ്റ് വീശിയാലും അണയാത്ത ജ്വാല, കഠിനമായ ലോകത്തിൻ നടുവിൽ കരുണയുടെ നിഴൽ പോലെ നീ. അതെ, അമ്മയ്ക്ക് തുല്യം അമ്മ തന്നെ. കാലം കടന്നുപോകും, നാളുകൾ മാറും, പക്ഷേ അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും പഴകില്ല. അവളുടെ കണ്ണുനീരിൽ തന്നെയാണ് മക്കളുടെ ലോകം മുഴുവൻ പ്രതിഫലിക്കുന്നത്. അമ്മ, നീയാണ് എൻ്റെ ആദ്യ വാക്ക്, ആദ്യ ചിരി, ആദ്യ സ്വപ്നം. ജീവിതം മുഴുവൻ നിന്നെ ഓർക്കുമ്പോൾ ഹൃദയം സ്നേഹത്തിൻ്റെ പൂമൊട്ടായി തളിർക്കും. എന്തായാലും
അമ്മയ്ക്ക് നന്ദി അറിയിക്കുവാൻ ഒരിക്കലും വൈകരുത്. നന്ദി, നന്ദി, നന്ദി.